ഇന്നത്തെ റെസിപ്പി പൂരി മസാലയാണ്, അഥവാ പൊട്ടറ്റോ മസാല. ഇത് പൂരിക്ക് മാത്രമല്ല, ചപ്പാത്തി ആയാലും മസാല ദോശയോ സാദാ ദോശയോ ഇഡ്ഡലിക്കോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ്. പല രീതിയിൽ പൂരി മസാല തയ്യാറാക്കാറുണ്ടല്ലോ. ഇതൊരു സ്പെഷ്യലായിട്ടൊരു ഐറ്റം കൂടെ ചേർത്തുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ടേസ്റ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിന് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഒരു 2 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, കൂടെ ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പ്. ഇനി വേകാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഞാനൊരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അഥവാ വെന്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനൊന്ന് ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലടിപ്പിച്ചിട്ട് സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറക്കുന്നതാണ് നല്ലത്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മസാലയുടെ ടേസ്റ്റൊക്കെ നല്ലവണ്ണം ഉരുളക്കിഴങ്ങി പിടിച്ചിരിക്കും. ഇതായിട്ടുണ്ട്, സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ആ ചേർത്തിരിക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പു ഉണ്ടല്ലോ, അതെടുത്തൊന്ന് മാറ്റുക. നമ്മൾ ഈ പൂരി മസാല കഴിക്കുന്ന സമയത്ത് പട്ട, ഗ്രാമ്പു ഒക്കെ കടിക്കുമ്പോൾ ഒരു അരോചകമാണ്. അതുതന്നെയുമല്ല, ഇതിൽ ചെറിയ രീതിയിലുള്ള ഗരം മസാലയുടെ ടേസ്റ്റ് മതി. ഇത്രയും അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് ഈ സമയത്ത് എടുത്തു മാറ്റുക. ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുക. ഇടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നോട്ടെ, ആ രീതിയിൽ ഉടച്ചെടുക്കാം. ഇതാ ഇത്രയും മതിയേ. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതാ കടായി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലാണല്ലോ നല്ല ടേസ്റ്റ് പൊട്ടറ്റോ മസാലയ്ക്ക്. ഇനി ഒരൽപ്പം കടുക് ഇട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയ ഉടനെ തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ചേർക്കുക. 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കുക. ഒരു 5 സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരണം, ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകണം. അതിന് മുമ്പായിട്ട് കുറച്ച് കശുവണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഇത് ചേർക്കുമ്പോൾ കാണാനും ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് കശുവണ്ടി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇടാം. അതുതന്നെയല്ല, റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുക. കുറഞ്ഞ തീയിലിട്ട് വേണം പരിപ്പൊക്കെ നല്ലവണ്ണം ഇളക്കിയെടുക്കാനായിട്ട്. ഇത് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്, 2 പച്ചമുളക് കനം കുറഞ്ഞ് അരിഞ്ഞൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു 5-10 സെക്കൻഡ് നേരത്തേനെ കുറഞ്ഞ തീയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്, ചേർക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ സവാള നല്ലവണ്ണം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരും, അത്രയും നേരം മതി. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഐറ്റംസൊക്കെ ഇട്ട് ചേർത്ത് ഇളക്കിയെടുക്കുമ്പോഴത്തേന് പാകമായിക്കോളും. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. സവാളയ്ക്ക് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ ഉപ്പും ചേർക്കുക. കുറച്ച് ചേർത്താൽ മതി. പൊട്ടറ്റോ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 നുള്ള് കായപ്പൊടിയോടെ ചേർത്ത് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ക്യാരറ്റ് ചേർക്കുക. ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. പൊടിയായിട്ട് ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കുക. ക്യാരറ്റ് ഒത്തിരി വെന്ത് വരണ്ട, ഒരു ക്രഞ്ചി ടൈപ്പിൽ ഇരുന്നാൽ മതിയേ. ഒരു 15-20 സെക്കൻഡ് നേരത്തെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കൂട്ടത്തിൽ പാകത്തിന് സവാളയും വാടിക്കോളും. പച്ചപ്പട്ടാണി വേവിച്ചതുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ നല്ലതാണ്. ഇത്രയും മതി. ഇതിലോട്ട് ഇനി ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷവും അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ചേർത്തങ്ങ് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഒരു 3/4 ഗ്ലാസോളം ചൂടുവെള്ളം ചേർക്കുക. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഇത്രയും ലൂസാകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് പാകപ്പെടുത്തിയെടുക്കുക.
ഇതിപ്പോൾ കണ്ടില്ലേ, വെള്ളം വിട്ട പോലെ ഇങ്ങനെ കിടക്കും. നമ്മളിങ്ങനെ കോരി നോക്കാമെങ്കിൽ പൊട്ടറ്റോ സെപ്പറേറ്റ് ആയ പോലെ തോന്നുന്നില്ലേ. അപ്പോൾ ഇതിനകത്തൊരു സീക്രട്ടായിട്ടൊരു സാധനം ചേർക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പുറകെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പെരുംജീരകപ്പൊടിയാണ്, വളരെ കുറച്ച് പെരുംജീരകം മാത്രം പൊടിച്ചാണ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ ബൗളിനകത്തോട്ട് 1/4 ടേബിൾ സ്പൂണോ കടലമാവ് എടുക്കുക. ഇതിലോട്ട് ഒരല്പം വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഇതാ പൊട്ടറ്റോ തിളച്ച് വരുന്നുണ്ട്. തിളയ്ക്കുന്ന പൊട്ടറ്റോയ്ക്കകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇങ്ങനെ കടലമാവ് ചേർക്കുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ വെള്ളം ഉരുളക്കിഴങ്ങിന് സെപ്പറേറ്റ് ആയിട്ടൊന്നും കിടക്കില്ല, എല്ലാം നല്ല യോജിച്ച് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യുവേ. കടലമാവ് ചേർക്കുന്നതുകൊണ്ട് വഴുവഴുപ്പ് ഉണ്ടാവും അങ്ങനെയൊന്നും തോന്നണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി കടലമാവ് ഒന്ന് വേകട്ടെ, ഒന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 30 സെക്കൻഡ് നേരത്തേനൊന്ന് തിളച്ച് വരട്ടെ. തീ ഒത്തിരി കൂട്ടി കൊടുക്കണ്ട, മീഡിയം ഫ്ലെയിമിലിടുക. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒത്തിരി ഒന്നും കട്ടിയാകത്തില്ല കേട്ടോ, ഒരല്പം മാത്രമേ കട്ടിയാകത്തുള്ളൂ. കടലമാവ് വെന്തതിന് ശേഷം കുറച്ച് മല്ലിയില ചേർക്കുക, ഇല്ലെങ്കിൽ കറിവേപ്പില ചേർക്കുക. പിന്നെ ഒരല്പം മാത്രം നാരങ്ങ നീര് ചേർക്കുക. ഒരു 1/2 സ്പൂൺ മാത്രം മതി, കൂടിപ്പോകരുത്. ഒരല്പം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നാരങ്ങ നീരൊക്കെ ചേർക്കേണ്ടത് ലാസ്റ്റിലാണ്. ലാസ്റ്റ് ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സ്പൂണോ 1/4 സ്പൂണോ നെയ്യൂടെ ചേർത്ത് ഇളക്കിയെടുക്കും. നെയ്യ് ചേർക്കുന്നത് നിർബന്ധമില്ല. ഞാനിപ്പോൾ പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയാലും ഒരല്പം നെയ്യ് ചേർക്കും, നല്ല ടേസ്റ്റാണ്. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം നാരങ്ങ നീര് ചേർക്കാനായിട്ട്. വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് പിഴിഞ്ഞാൽ മതി. അതുപോലെ എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളക് മാത്രമാണ്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. അതിങ്ങനെ അലിന്ന് ചേർന്ന് പോകണം, അത് ചേർത്ത് കഴിക്കണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, വേഗം ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് തരാനും ആ ഹൈപ്പ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തൊന്ന് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിട്ടാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.